നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേഷ്യൻസ് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു ഉഷാറില്ല, എപ്പോഴും ക്ഷീണമാണ്, ചിലപ്പോഴത് 1-2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നു എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇപ്പോൾ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ രാവിലെ എണീക്കുമ്പോഴുള്ള ഈ ഒരു അലസത, ക്ഷീണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഒരു ക്രിയേറ്റിവിറ്റി കിട്ടുന്നില്ല, ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ളത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ റുട്ടീൻ തന്നെയാണ്. ഉറക്കത്തിന് കൃത്യനിഷ്ഠതയില്ല. ഇന്ന് 10:30 കിടക്കുന്ന ആളാണെങ്കിൽ നാളെ 12:30 ആയിരിക്കാം, പിന്നീട് 9:30 ആയിരിക്കാം, ചിലപ്പോൾ 12 മണിയായിരിക്കാം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റുട്ടീനിലെ ഈ സ്ലീപ്പ് ടൈം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുക അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങുക, ഒരു ടൈം ഫിക്സ് ചെയ്യുക. 10:30 ആണെങ്കിൽ 10:30, 11 മണിയാണെങ്കിൽ 11 മണി. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം പോലും വെക്കാതെ നിങ്ങൾക്ക് രാവിലെ ഒരു ഫോർ എക്സാമ്പിൾ 6:30 നമ്മൾ അറിയും. അത് ഉറപ്പാണ്, ട്രസ്റ്റ് മീ. കാരണം ഞാനത് ഒരുപാട് വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് ശീലിച്ചു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങളുടെ ബോഡീനെ മൈൻഡിനെ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള യോഗയും ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്താൽ തന്നെ മൈൻഡ് കുറച്ചും കൂടി ആക്റ്റീവ് ആവും. ഈ ഡിന്നർ ടൈമിങ് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഡിന്നർ നമ്മളിപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, പൊതുവേ പറയാറുള്ളത് 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഡിന്നർ കഴിക്കരുത് എന്നാണ്. പക്ഷെ ഇത് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റീസോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ട്രാഫിക്കിലൊക്കെ പെട്ട് വീട്ടിലെത്തുന്നത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ ക്ലിനിക്കിൽ നിന്ന് വീട്ടിലെത്താൻ തന്നെ ഒരു 8 മണി, ചിലപ്പോൾ 8:30 ആവാറുണ്ട്. അപ്പോൾ ആ ടൈം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇമീഡിയറ്റ്ലി വന്നു കുളിച്ചു ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങേണ്ടി വരും. അപ്പോൾ അപ്പോഴേക്ക് തന്നെ നമ്മൾ ടയേർഡ് ആകും. പക്ഷെ എന്നാൽ തന്നെ നമ്മുടെ ലൈഫാണ്, പുറത്തുനിന്ന് എത്രയെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാൻ പറ്റുക അല്ലേ? അപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ദോശ ബാറ്ററൊക്കെ ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോട്ടീൻ ദോശയൊക്കെ. ആ ബാറ്ററൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ? അപ്പം അത് വെച്ച് നമുക്കൊരു 2-3 ദോശ ഉണ്ടാക്കാം. രാത്രിയിൽ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും 3 ദോശയൊന്നും കഴിക്കാറില്ല, ഒരു 2 പ്രോട്ടീൻ ദോശയാണ് കഴിക്കുക. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. കാരണം മറ്റുള്ള വെളുത്ത ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പം കുറച്ചധികം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രോട്ടീൻ ദോശ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ചെറുപയർ മുളപ്പിച്ചതൊക്കെ കഴിക്കാറുണ്ട്. അത് കുറച്ചൊന്ന് എണ്ണയിൽ, ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് ഓയിലിൽ കുറച്ച് കടുക് പൊട്ടിച്ച് അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി ഇഞ്ചിയോ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പം ഈ ഒരു മുളപ്പിച്ചിട്ടുള്ള പയർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ഈ ദോശയുടെ കൂടെ വെച്ച് റോളാക്കിയിട്ടും ഞാൻ കഴിക്കാറുണ്ട്. ചിലപ്പോൾ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള പൊടിക്കൈകളും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ പെട്ടെന്ന് സ്പീഡിൽ കഴിക്കുകയാണെങ്കിൽ റിസൾട്ട് നമുക്കൊന്നും തന്നെ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്പീഡിൽ കഴിക്കുമ്പം ഒബ്വിയസ്ലി നമ്മുടെ സലീവ ആയിട്ടുള്ള ആക്ഷൻസ് അവിടെ വരുന്നില്ല, പെട്ടെന്ന് നമ്മൾ വയറ്റിലേക്ക് അത് എത്തുന്നു. അങ്ങനെ ഡൈജഷൻ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നു. എന്തിനാ വെറുതെ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഓവർ സ്ട്രെയിൻ കൊടുക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വായിലേക്ക് ഭക്ഷണം ഇടുമ്പോൾ തന്നെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട്. അപ്പം എത്രയോ ഉമിനീര് നമ്മൾക്കുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ പിശുക്ക് കാണിക്കേണ്ട ആവശ്യം? നന്നായിട്ട് ചവച്ച് അരച്ച് കഴിക്കാം. ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ബാക്കിയുള്ള ഡൈജഷനും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ വളരെ എളുപ്പത്തിൽ സുഗമമായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പം നമ്മൾക്കിങ്ങനെ ചെറുപയറും ഈ ദോശയും പ്രോട്ടീൻ ദോശയൊക്കെ കഴിക്കുമ്പം വളരെ സ്വാദാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് നേരത്തെ എണീക്കുക, യോഗയൊക്കെ ചെയ്യുക, ഭക്ഷണത്തിന് അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്ത് വളരെ സമാധാനത്തോടു കൂടി ചവച്ചരച്ച് അതിൻ്റെ ഓരോ ടേസ്റ്റും മനസ്സിലാക്കി ഭക്ഷണത്തെ നോക്കി കണ്ട് അതിനിഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒട്ടനവധി ഡൈജസ്റ്റീവ് ഇഷ്യൂസ് നമ്മൾക്ക് വരില്ല. അത് ഉറപ്പാണ്. കാരണം ബേസിക്കലി എൻ്റെ ഒരു ശരീര പ്രകൃതി വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ബോഡി ഹീറ്റ് കൂടും. അതായത് എന്തെങ്കിലും ഒരു സ്പൈസി ഐറ്റംസ് കഴിച്ചാൽ തന്നെ എനിക്ക് ബോഡി ഹീറ്റ് വല്ലാതെ കൂടും. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഈ മോര് കാച്ചിയതൊക്കെ കുടിച്ചിട്ടും അതുപോലെ കുറച്ച് മൈൽഡായിട്ടുള്ള ആഹാരങ്ങൾ ബേസിക്കലി ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇൻ കേസ് പുറത്തുനിന്ന് എങ്ങാനും കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി തരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾക്ക് ആ ഒരു 1 വീക്ക് ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഡിന്നർ ഇപ്പോൾ നിങ്ങളൊരു 8 മണി ആയാലും 9 മണി ആയാലും ഇങ്ങനെയുള്ള ആഹാരങ്ങൾ
കറികളോ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്സോ ഒക്കെ കഴിച്ച് ഒരു 2 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾ കിടന്നാൽ മതി. കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കോഫിയോ ടീയോ നിങ്ങൾ കുടിക്കരുത്. കാരണം ഇതൊക്കെ സ്റ്റിമുലൻസ് ആണ്. ഇതൊക്കെ കുടിച്ച് കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഉറക്കം വരിക? അലേർട്ടായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റിമുലൻസ് കഴിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് നല്ല ശീലമായിട്ടുള്ള ഇങ്ങനെ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ കിടക്കുന്ന സമയത്ത് പിന്നെ ഫോണായിരിക്കും. അതിൽ റീൽസ് ആണെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1 മണി 2 മണി വരെ പോകുന്ന ആൾക്കാരെ നമ്മൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഹെൽത്താണ്, നിങ്ങളുടെ ബോഡിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫോൺ നോക്കിക്കോളൂ. ഫോൺ നോക്കേണ്ടതൊന്നും പറയുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടൊരു 1 മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, 1-2 മണിക്കൂറിന് ശേഷം കിടന്നാൽ മതി. ആ ടൈമിൽ നോക്കി ഒരു 1 അവറിന് മുൻപെങ്കിലും ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കിടക്കുക. കിടന്ന് കഴിഞ്ഞാൽ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം. കാരണം ചില ആൾക്കാർക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം. അതായത് കണ്ണടച്ചിട്ട്, എന്തായാലും നമ്മൾ റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമല്ലോ, അപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സമാധാനമായിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. അതായത് വളരെ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 8 സെക്കൻഡ്സോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഹോൾഡ് ചെയ്തിട്ട് വളരെ പതുക്കെ അത് എക്സെയിൽ ചെയ്ത് വരിക. വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഭയങ്കര റിലീഫായിരിക്കും കിട്ടുക, ഭയങ്കര സമാധാനമായിരിക്കും. ഇത് നിങ്ങൾ കുറച്ച് നേരം ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ താനേ നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം കുറച്ച് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ലീപ്പ് കിട്ടും. സൗണ്ട് സ്ലീപ്പായിരിക്കും. കൂർക്കം വലി ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ കൊടുക്കാം. കാരണം അമിതവണ്ണവും അങ്ങനെ ഒട്ടനവധി ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക. രാത്രിയിൽ കിടക്കാൻ നേരത്ത് 1, 2, 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എന്നിട്ട് എന്താ, നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി എണീറ്റ് പിന്നീട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ലോഡ് വെള്ളം നിങ്ങൾ കുടിക്കരുത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. രാവിലത്തെ ഡയറ്റും ഉച്ചക്കത്തെ ഫുഡും എല്ലാം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. കൂടുതൽ പച്ചക്കറിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, കാരണം എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സോ യോഗ പ്രോപ്പറായിട്ട് ചെയ്യാം. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ യോഗ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓവറോൾ അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്പൈസി ഓയിലി ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കൂടുതൽ ഹീറ്റ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മോര് കാച്ചി കുടിക്കുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോഡീനെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ചെയ്താലാണ് ഇപ്പം എൻ്റെ ബോഡി ഒന്ന് റെഡി ആവുക എന്നൊക്കെ. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. ഏതൊരു ഡൗട്ടാണെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ടെന്നല്ല, കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.